ഹായ് ഹലോ. ഇന്നിപ്പം നമ്മൾ വണ്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം ഫ്രെയിം ചെയ്യാനായിട്ട് ഞാൻ ഫോട്ടോ കൊടുത്തതിന് ശേഷം അത് വാങ്ങിച്ച് ഫ്രെയിമിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്നുള്ളൂ. അതിനിപ്പുറം പോകുന്നില്ല. ദേവാജു ഉണ്ട് കൂടെ, അതുപോലെ തന്നെ കുഞ്ഞാവയുണ്ട്, അമ്മയുണ്ട്. ഞങ്ങൾ പോയി ഫസ്റ്റ് PDI ചെയ്യട്ടെ. അങ്ങനെ ഇവിടെ അടുത്തറിയാവുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെയും കൂട്ടി ഞാനും അമ്മയും ദേവാജുനും കുഞ്ഞാവയും കൂടാണ് പോകുന്നത്. അമ്മയെ ഷോറൂം കാണിക്കുകയും ഞങ്ങളങ്ങനെ ഇപ്പം തിരുവല്ലയിൽ കൂടെ പോയി അവിടെ പെട്രോൾ പമ്പിൽ കയറും. അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ട്രൂ വാല്യൂ ഉണ്ട്. അവിടെ ഞാൻ വണ്ടി നോക്കിയതാണ്, പക്ഷേ സിവിലില്ല എന്നും പറഞ്ഞിട്ട് അവർ തരത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളവിടെ ഷോറൂമിൽ ചെന്നു. നമ്മളിപ്പോൾ യാർഡിലോട്ടാണ് പോകുന്നത് വണ്ടി ഒന്ന് PDI ചെയ്യാൻ. നമ്മൾ ഫസ്റ്റ് എക്സ്റ്റേണൽ പാർട്ടെല്ലാം നോക്കി എല്ലാം ഓക്കെയാണ്. അപ്പോൾ എഞ്ചിനും കാര്യങ്ങളെല്ലാം നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ ചേസ് നമ്പറും കാര്യങ്ങളെല്ലാം നോക്കി, വീല് നോക്കി, പിന്നെ ഓയിൽ, അങ്ങനെയൊക്കെയുള്ള ഗ്ലാസ്, എല്ലാ കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണോ എല്ലാം നോക്കി. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റി, അതായിട്ട് നമ്മളിപ്പോൾ വണ്ടി എടുക്കുമല്ലേ, അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അമ്മ അവിടെ നിൽപ്പുണ്ട്, ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. എക്സിക്യൂട്ടീവുമായിട്ട് നല്ലൊരു ചേട്ടനാണത്. രണ്ടുപേരും, എക്സിക്യൂട്ടീവ് നല്ലതാണ്, മറ്റേ ചേട്ടനും നല്ലതാണ്. അപ്പം എല്ലാം ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുക. നമുക്കറിയാവുന്ന രീതിയിലൊക്കെ മെയിൻ ആളാണ്, വണ്ടിയുടെ മെയിൻ ആളാണ്. അപ്പം ആ ആളെയും കൂട്ടി പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചതും. അപ്പം നമ്മളവിടെ ചെന്നു, എല്ലാ കാര്യങ്ങളും നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ വെച്ച് ചെറിയൊരു ആഗ്രഹം, അമ്മയെ വണ്ടിയിലൊന്ന് കയറ്റിയിരിക്കണം. ദേവാജുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, ധ്രുവിനാണെങ്കിൽ അതിനെക്കാട്ടിനും സന്തോഷം. അപ്പം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഇതാണ്, കിയ ആണ്. അപ്പം എന്താ പറയണ്ടേ, ഭഗവാനായിട്ട് തന്നെ എല്ലാം സാധിപ്പിച്ച് തന്നു. ഇനി നമ്മൾ ഇൻറ്റേർണൽ പാർട്സ് അല്ലാതെ നമ്മൾ നോക്കിയായിരുന്നു, പക്ഷെ എന്നാലും അവരെ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യിപ്പിക്കുകയാണ്. ആ ഒരു പോർഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DRL ലൈറ്റ് ഇടുന്നതും പിന്നെ അല്ലാതുള്ള ഡിം ലൈറ്റും കാര്യങ്ങളും ഇൻഡിക്കേറ്റേഴ്സും AC എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. സൺറൂഫ് ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. പക്ഷേ ഞാൻ അവിടെ വെച്ച് ദേവാജുവിനോടും പറഞ്ഞിട്ടില്ല, ധ്രുവിനോടും പറഞ്ഞിട്ടില്ല സൺറൂഫിൻ്റെ കാര്യം. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുന്നത്. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയെ ആ വണ്ടിയെ കയറ്റി ഒന്ന് ഇരുത്തണം, എൻ്റെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അത് ഇങ്ങനെ സാധിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നു. PDI ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു, എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. ഇനി നമുക്ക് ഡേറ്റ് എടുത്താൽ മതി. ഡേറ്റ് എടുത്ത് നമുക്ക് നമ്മുടെ വണ്ടി തിരിച്ചിവിടെ കൊണ്ടുവരാം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വണ്ടി, അതും ആരുടെ ഒരൊറ്റ മനുഷ്യൻ്റെയും കാല് പിടിക്കാതെ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എവിടെയെങ്കിലും കൊണ്ടുപോകണം. അവരാഗ്രഹിക്കുന്നിടത്ത് എപ്പോഴാണേലും കൊണ്ടെത്തിക്കണം എന്നുള്ളൊരാഗ്രഹം. അത് നടന്നു കിട്ടി. ഓരോ കാര്യങ്ങൾ വന്ന്, തടസ്സങ്ങൾ വന്ന് ഇങ്ങനെ നീങ്ങി പോകുന്നത് കണ്ടപ്പം എനിക്ക് ഒത്തിരി വിഷമം വന്നിട്ടുണ്ട്. ഞാൻ 2020 തുടങ്ങിയതാണ് ഒരു വണ്ടി വാങ്ങിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട്. അവളുടെ ഷോറൂം മൊത്തം കയറി ഇറങ്ങിയിട്ടുണ്ട്. ബ്രസ നോക്കി, മാരുതിയുടെ ഷിഫ്റ്റ് നോക്കി, ഫ്രോൺസ് നോക്കി, ബലേനോ നോക്കി, അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടി കുറേ നോക്കി അവസാനം 2026 കയറി കഴിഞ്ഞപ്പം വന്നു കിയ സോണറ്റ്. എന്താ പറയണ്ടേ, നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ, നമുക്ക് വിധിക്കപ്പെട്ടതാണെങ്കിൽ എത്ര താമസിച്ചാണെങ്കിലും നമുക്കത് കിട്ടിയിരിക്കും. അതും നേരെ പോ എന്നുള്ള രീതിയിലുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി താമസിച്ചാണെങ്കിലും ഭഗവാൻ അത് കൊണ്ട് എത്തിക്കും. അതും നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും വലിയ രീതിയിലായിരിക്കും ഭഗവാൻ നമുക്ക് കൊണ്ടു തരുന്നത്. ഞാൻ അത്രയും നല്ല ഇതായിട്ടുള്ളൊരു വണ്ടി അങ്ങനെ ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ എനിക്ക് കിട്ടിയത് ഇത്രയും അഡാസിൻ്റെ ഫെസിലിറ്റീസും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വണ്ടി ഭഗവാനായിട്ട് കൊണ്ടു തരിക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക. പക്ഷെ പലർക്കും എൻ്റെ അഹങ്കാരമായിട്ട് തോന്നുമായിരിക്കും. തോന്നുന്നവർക്ക് തോന്നിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നീ ഈ കാറെ ഓടിക്കൂ, നീ ഈ കാറെ വാങ്ങിക്കൂ എന്ന് വാശി പിടിച്ച് നടന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഞാൻ ഏത് കാറ് വാങ്ങിക്കണം, ഞാൻ ഏത് കാറ് ഓടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഒരു ഇന്ത്യൻ
ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്ത്യൻ പൗരത്വമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കത് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അതിനകത്ത് കൈ കടത്താൻ ആർക്കും അവകാശമില്ല. ഇത് ഇത്രയെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. വില കൊടുത്ത് വാങ്ങിക്കാൻ ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് ഇങ്ങോട്ട് തന്നെങ്കിൽ മാത്രമേ അങ്ങോട്ട് തരാൻ പറ്റത്തുള്ളൂ. അത് ഏത് കൊമ്പനാണേലും ശരി, ഏത് പിടിയാനയാണേലും ശരി. ഇപ്പം എനിക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട്. കാരണം എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ആ ഒരു അഹങ്കാരം, എൻ്റെ അച്ഛൻ ശിവനച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എൻ്റെ അഹങ്കാരം, അതുപോലെ തന്നെ എൻ്റെ ശ്രീരാമൻ, എൻ്റെ ഹനുമാൻ ശ്രീ, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരം. ആ അഹങ്കാരം എനിക്ക് എന്നും ഉണ്ടായിരിക്കും. ഒരിക്കലും ഇവരാരും എന്നെ കൈവിട്ടിട്ടില്ല, എന്നെ കുഴിയിലോട്ട് തെള്ളി ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതുപോലെ കര കയറ്റിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ കര കയറി വരിക. അതിൻ്റെ തുടക്കമാണ് ഇപ്പം ഈ PDI ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.